ദൈവേഷ്ട പ്രസാദത്തോടു കൂടെ മരിച്ച് മോക്ഷത്തിൽ അങ്ങയോട് കൂടെ ഒന്നിച്ചിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്ത് തരണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 13-ാം സ്ഥലം. ഈശോ മിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അരിമത്യാക്കാരൻ ജോസഫ് യേശുവിന്റെ ശരീരം എടുത്തു മാറ്റാൻ പിലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പിലാത്തോസ് അനുവാദം നൽകി. കാരണവാനായ ഈശോയെ, അങ്ങേ തിരുശരീരം സ്ലീവായിൽ നിന്നിറക്കി അങ്ങേ വ്യാകുല മാതാവിന്റെ മടിയിൽ കിടത്തി ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. നിന്റെ കാരുണ്യത്തിലുള്ള ഞങ്ങളുടെ പ്രത്യാശ അനുദിനം വർദ്ധിപ്പിക്കണമേ. അതുവഴി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങേ തിരുമുറിവുകളും പരിശുദ്ധ മാതാവിന്റെ വ്യാകുലതകളും പതിച്ചരുളണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 14-ാം സ്ഥലം. ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കാസർഗോഡ് ജില്ലയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ജോസഫ് ശരീരമെടുത്ത് ശുചിയായ ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയ തന്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു. കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ചിട്ട് അവൻ പോയി. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുശരീരം കല്ലറയിൽ അടയ്ക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ മരണത്തോളം അങ്ങേ സ്നേഹിച്ചു. ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന ഒരു ആത്മാവിനെ പോലും നഷ്ടപ്പെടുത്താതെ കളയാതെ നിത്യഭാഗം പ്രാപിക്കാൻ ഞങ്ങൾ മനോഗുണം ചെയ്യണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. സമാപന പ്രാർത്ഥന. നീതിമാനായ പിതാവെ, അങ്ങയെ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൽ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം ഭരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാവങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരൻ കാവൽത്തായിൽ ചിന്തി തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാവം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപം കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയും ഗൗനിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തി തുറക്കപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രൻ ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്വസ്ത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്ദി നിറഞ്ഞ സ്വസ്തി. കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാവുന്നു. അങ്ങയുടെ ദൃത്യം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ചേട്ടാ, പാട്ട് പാടാവോ? മലയിൽ വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. നിങ്ങൾക്കാ മുന്തിരിച്ചാറൊരുക്കി വെച്ചു. എങ്കിലും ഈ കയ്പു നീരല്ലേ ദാഹശാന്തിക്ക് എനിക്കു നൽകി.
ഗാഗുൽത്താമലയിൽ വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. വനത്തിലൂടാനയിച്ചു ഞാൻ അന്നമായി വിൺമന്ന തന്നില്ലേ. അതിനെല്ലാം നന്ദിയായി നിങ്ങൾ കുരിശല്ലോ നൽകിടുന്നിപ്പോ. ഗാഗുൽത്താമലയിൽ നിന്ന് വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം നമ്മോടൊപ്പം ദൈവവചനം പങ്കുവെച്ച് ആയിരിക്കുന്നത് ഡോക്ടർ എബി ഹോർമിസ് ആണ്. അദ്ദേഹം മഞ്ഞപ്പുറ എന്ന സ്ഥലത്ത് ക്ലിനിക്ക് നടത്തുന്നു. നമ്മുടെ ഹോളി ഹോമിന്റെ ഓഫീസും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തോട് ചേർന്ന് തന്നെയാണ്. ഹോളി ഹോമിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡോക്ടറെ സ്നേഹപൂർവ്വം വചനം പങ്കുവെക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ചേട്ടാ. ഓക്കെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഡോക്ടർ എബി. എൻ്റെ വീട് ചാലക്കുടി അടുത്ത് പരിയാരം, ഇരിഞ്ഞാലക്കുട രൂപത. ഇന്ന് ഈ 31 തീർത്ഥയാത്രയുടെ 31 ദിവസത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇന്ന് നമുക്ക് ധ്യാനിക്കാനായിട്ട് തന്നിരിക്കുന്ന വചനഭാഗം അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 14-ാം വാക്യം. അവർ ഏകമനസ്സോടെ അവൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാരോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഈശോയുടെ സ്വർഗാരോഹണ ശേഷം പരിശുദ്ധ അമ്മയോട് ചേർന്ന് യേശുവിൻ്റെ ശിഷ്യന്മാരും അപ്പസ്തോലന്മാരും പരിശുദ്ധ അമ്മയോട് ചേർന്ന് സഹിയോൻ ഊട്ടുശാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വചനഭാഗമാണ്. അപ്പസ്തോല പ്രവർത്തനത്തിലെ വചനഭാഗമാണ് നാം ഇവിടെ കാണുന്നത്. നമുക്കറിയാം, അവിടെ ആ കൂട്ടായ്മയിലായിരുന്നുകൊണ്ട് അവരവിടെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ശക്തിയായി അവരിൽ ഓരോരുത്തരിലും വന്ന് നിറയുന്നതും പന്തക്കുസ്ത സംഭവിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം അവർ സ്വീകരിക്കുന്നതും പിന്നീട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പോയി ശിഷ്യന്മാര് സുവിശേഷം പ്രഘോഷിക്കുന്നതും നാം അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നു. അപ്പം പരിശുദ്ധാത്മാവിന്റെ കൃപകളും വരങ്ങളും ധാരാളമായി പ്രകടമാകുന്നത് കൂട്ടായ്മയിലാണ് എന്ന് നാം ഈ വചനഭാഗത്തിലൂടെ മനസ്സിലാക്കുകയാണ്. നമുക്കറിയാം, നാം ഇന്ന് ഈ രാത്രിയിൽ ധ്യാനിക്കുന്നത് ഈ കൂട്ടായ്മയെ കുറിച്ചാണ്. നമ്മുടെ ദൈവം ത്രിത്വൈക ദൈവമാണ്, കൂട്ടായ്മയുടെ ദൈവമാണ്. മൂന്ന് വ്യക്തികൾ ഒന്നായിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് തന്നെ താനുമായി കൂട്ടായ്മയിൽ, ദൈവമായിട്ടുള്ള കൂട്ടായ്മയിലായിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യൻ സ്വയം ഈ കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകുന്നത് നമുക്ക് കാണാം. ഈ അകന്നുപോയ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവം തന്റെ രക്ഷാകര പദ്ധതി ആരംഭിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തില് ഈ രക്ഷാകര പദ്ധതി പ്രകടമായി നാം കാണുന്നത് അബ്രാഹത്തെ വിളിക്കുന്നതിലൂടെയാണ്. ദൈവം യഥാർത്ഥത്തിൽ അബ്രാഹത്തെ വിളിക്കുന്നത് ഒരു കൂട്ടായ്മയെ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ അവസാനത്തിലേക്ക് നാം എത്തുമ്പോൾ അബ്രാഹത്തിലൂടെയും ഇസ്ഹാക്കിലൂടെയും യാക്കോബിലൂടെയും എല്ലാം രൂപം കൊണ്ട ഒരു വലിയ ജനത ഈജിപ്തിൽ എത്തി നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് പുറപ്പാട് പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് അവർ മരുഭൂമിയിലേക്ക് കാനാൻ ദേശത്തേക്ക് യാത്രയാകുന്നതും ജോഷുവയുടെ നേതൃത്വത്തിൽ കാനാൻ ദേശത്ത് എത്തിച്ചേരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഈ ഈജിപ്തിൽ നിന്ന് ഈ കാനാൻ ദേശത്ത് എത്തണമെങ്കിൽ നമ്മൾ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ 2-3 ദിവസം മാത്രം മതി.
അതല്ലെങ്കിൽ കാൽനടയായിട്ട് നടന്നു പോവുകയാണെങ്കിൽ തന്നെ 3-4 മാസം നടന്നാൽ എത്താവുന്ന ദൂരമേ ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് എത്താനുള്ളൂ. എന്നാൽ നമുക്കറിയാം ഇസ്രായേൽ ജനത 40 വർഷമാണ് മരുഭൂമിയിലൂടെ നടന്ന് കാനാൻ ദേശത്ത് എത്താനെടുത്തത്. ദൈവം അവരെ അഗ്നിസ്തംഭവും മേഘസ്തംഭവുമായ അവരോടൊപ്പമായിരുന്നുകൊണ്ട് അവരെ നയിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തിനു വേണ്ടിയാണ് ദൈവം ഇങ്ങനെ 40 വർഷം അവരെ മരുഭൂമിയിലൂടെ നടക്കാൻ അനുവദിച്ചത്? അവരെ ഒരു കൂട്ടായ്മയായി രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പ്രാകൃത മനുഷ്യരായ അവർക്ക് നിയമങ്ങളും കൽപ്പനകളെല്ലാം നൽകി അവരെ ഒരുക്കി ഒരു കൂട്ടായ്മയായി രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കാലത്തിന്റെ പൂർണ്ണതയിൽ ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമായ സഭയ്ക്ക് രൂപം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ 40 വർഷം അവരെ ആ മരുഭൂമിയിലൂടെ നടത്തിയത്. അങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ കാലത്തിന്റെ പൂർണ്ണതയിൽ തിരുസഭ രൂപപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തില് 19-20 വാക്യത്തിൽ നമുക്ക് കാണാം, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നടത്തിത്തരും. എന്തെന്നാൽ 2-3 പേർ ഒരുമിച്ച് കൂടുന്നവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. അപ്പം ഇവിടെ ഈശോ കൂട്ടായ്മയെ കുറിച്ചാണ് പറയുന്നത്. 2-3 പേർ ഒരുമിച്ച് കൂടുന്നവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തില് നമുക്ക് 17-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, യേശു തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. നീയും ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പൊ യേശു തന്റെ ശിഷ്യന്മാര് കൂട്ടായ്മയിലായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത്. ഈശോ തന്റെ ശിഷ്യന്മാരെ സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് അയക്കുന്നത് തന്നെ ഈ 2 പേരായിട്ട് കൂട്ടായ്മയിലാണ് അവരെ സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് അയക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 38-ാം വാക്യത്തില്, നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചു. മറ്റുള്ളവരാണ് അധ്വാനിച്ചത്, അവരുടെ അധ്വാനത്തിന്റെ ബലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. അപ്പൊ കൂട്ടായ പ്രവർത്തനമാണ് സുവിശേഷ വേല എന്ന് യേശുവിടെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, എന്നാൽ ദൈവമാണ് വളർത്തിയത്. നടുന്നവനും നനയ്ക്കുന്നവനും തുല്യരാണ്, എന്നാൽ വളർത്തുന്നവനാണ് പ്രാധാന്യം. നടുന്നവനും നനയ്ക്കുന്നവനും തുല്യരാണ്, ജോലിക്ക് തക്ക കൂലി അവർക്ക് ലഭിക്കും. അപ്പം സഭ പടുത്തുയർത്തപ്പെടുന്നത് കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ്. സഭ രൂപപ്പെടുന്നതും സഭ പടുത്തുയർത്തപ്പെടുന്നതും നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ പൗലോസ്ലീഹയുടെ ലേഖനത്തിലൂടെ കടന്നു പോകുമ്പോൾ വിശുദ്ധ പൗലോസ്ലീഹ തന്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്നവരെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്നതും സ്നേഹിക്കുന്നതും അവരെ വളർത്താനായിട്ട് ശ്രമിക്കുന്നതൊക്കെ പല സ്ഥലങ്ങളിൽ പല ലേഖനങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൊളോസോസ് ലേഖനത്തിൽ തിക്കിക്കോസിനെ കുറിച്ച് പറയുന്നുണ്ട്, അവൻ എൻ്റെ വത്സല സഹോദരൻ, കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകനും സഹസേവകനുമാണ് എന്ന് തിക്കിക്കോസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഫിലിപ്പി ലേഖനത്തിലെ തിമോത്തിയെ കുറിച്ച് പറയുന്നുണ്ട്. തിമോത്തിയുടെ സ്വഭാവ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. പുത്രൻ പിതാവിനോട് എന്ന പോലെ അവൻ എന്നോടൊപ്പം സുവിശേഷത്തിൽ ശുശ്രൂഷ ചെയ്തു. അപ്പൊ അവിടെ എല്ലാം തൻ്റെ കൂടെ ആയിരിക്കുന്നവരെ വളർത്താനും പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് നിർദ്ദേശങ്ങളെല്ലാം നൽകി അവരെ വളർത്തുന്ന പൗലോസ്ലീഹയെ നമുക്ക് പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിലൂടെ എല്ലാം നാം മനസ്സിലാക്കുന്നത് കൂട്ടായ്മയിലായിരിക്കുമ്പോഴാണ് നമുക്ക് ആത്മീയമായിട്ട് വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന മിഷൻ ശുശ്രൂഷ, നമ്മുടെ സുവിശേഷ പ്രഘോഷണം അല്ലെങ്കിൽ സുവിശേഷ വേല ഫലപ്രദമായി ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുക കൂട്ടായ്മയിലായിരിക്കുമ്പോൾ മാത്രമാണ്. കാരണം കൂട്ടായ്മയിലായിരിക്കുമ്പോഴാണ് നമുക്ക് നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നമ്മളെ ശക്തിപ്പെടുത്തലും ധൈര്യപ്പെടുത്തലുകളെല്ലാം സംഭവിക്കുന്നത് കൂട്ടായ്മയിലായിരിക്കുമ്പോൾ മാത്രമാണ്. അപ്പം ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞ വ്യക്തിയിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച വ്യക്തി തീർച്ചയായും അവർ എത്തിച്ചേരുന്നത് സഭയാകുന്ന കൂട്ടായ്മയിലേക്കും ദൈവസ്നേഹം അനുഭവിക്കുന്നവരുടെ കൂട്ടായ്മയിലേക്കുമായിരിക്കണം. അവിടെ ആയിരുന്നുകൊണ്ടാണ് ഫലപ്രദമായി സുവിശേഷ വേല ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഇന്ന് നാം ധ്യാനിക്കുന്ന വചനഭാഗം പരിശുദ്ധ അമ്മ ശിഷ്യന്മാരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സെഹിയോനോട്ടിഷയിൽ പ്രാർത്ഥിക്കുന്ന ഭാഗമാണ്. നമുക്കറിയാം, പന്തക്കുസ്തായ്ക്ക് മുമ്പ് തന്നെ പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും കൊണ്ട് പൂർണ്ണമായും നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു പരിശുദ്ധ അമ്മ. യേശുവിന്റെ കുരിശുമരണത്തിന് ശേഷം ചിതറിക്കപ്പെട്ട ശിഷ്യഗണത്തെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അപ്പസ്തോലന്മാരോടൊപ്പം സെഹിയോനൂട്ടുശാലയിൽ അവരെ ഒന്നിച്ച് ചേർത്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ആ കൂട്ടായ്മയെ പരിശുദ്ധ അമ്മ അവിടെ ഒരുക്കുകയായിരുന്നു.
ആ കൂട്ടായ്മയിലാണ് പരിശുദ്ധാത്മാവ് ശക്തമായി വന്നു നിറയുന്നതും പന്തക്കുസ്ത അനുഭവത്തിലേക്ക് ആ ആ സമൂഹത്തെ നയിക്കുന്നതും. പിന്നീട് നമുക്ക് കാണാം ശിഷ്യന്മാര് ധൈര്യമുള്ളവരായി സുവിശേഷം ലോകമെമ്പാടും പോയി സുവിശേഷം പ്രഘോഷിച്ച് സഭയെ രൂപപ്പെടുത്തുന്നതും സഭയെ പടുത്തുയർത്തുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ ഈശോയെ അനുഭവിച്ചറിഞ്ഞിട്ട് ഒത്തിരി വർഷങ്ങളായി. എങ്കിലും ഞാൻ എൻ്റെ പിന്നിലോട്ട് നോക്കുമ്പോൾ ഞാൻ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ടാണ്. കാര്യം ഈശോയെ സ്നേഹിക്കുന്നുണ്ട്, ആത്മീയമായി വളരാൻ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ഫലപ്രദമായിട്ടൊരു ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു. പലതരത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു വ്യക്തമായി ദൈവം എന്തിനാണ് എന്നെ വിളിച്ചതെന്ന് തിരിച്ചറിയാനോ ഏത് ശുശ്രൂഷയിലാണ് ഞാൻ ഏർപ്പെടുന്നത് വ്യക്തമായി തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചത് ഈ കോവിഡ് കാലഘട്ടത്തിലാണ്. കോവിഡ് കാലഘട്ടത്തിലാണ് ഞാൻ ഈ ഹോളി ഹോം മിനിസ്ട്രിയുമായി ഞാൻ പരിചയപ്പെടുന്നത്. കറിഗ്മ ധ്യാനങ്ങൾ കൂടുകയും പിന്നീട് ഈ ഹോളി ഹോമിന്റെ കൂടെ ഓൺലൈൻ ശുശ്രൂഷയുടെ ഭാഗമായി തീരുകയും സുശേഷ പ്രഘോഷണത്തിനായി ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നതും ഈ ഹോളി ഹോം കൂട്ടായ്മയിലായിരിക്കുമ്പോഴാണ്. അങ്ങനെ അവിടെ ആയിരുന്നുകൊണ്ടാണ്, ആ കൂട്ടായ്മയിലായിരുന്നുകൊണ്ടാണ് സുവിശേഷ പ്രഘോഷണത്തിന്റെ ബാലപാഠങ്ങൾ ഞാൻ പഠിക്കുന്നത്. ഇന്ന് പടിപടിയായി കുറേശ്ശെയായിട്ട് ഈ ശുശ്രൂഷയിൽ ദൈവം എന്നെ വളർത്തിക്കൊണ്ട് പല കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അത് ഉപയോഗിച്ചുകൊണ്ട് വളരാനായിട്ട് ശ്രമിക്കുന്നത്. നമുക്കറിയാം, കുടുംബം ഒരു കൂട്ടായ്മയാണ്. ഗാർഹിക സഭ എന്നാണ് കുടുംബത്തെ വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെ കുടുംബത്തിൽ ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞ അനേകം വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായും ആ കുടുംബം ഒരു സ്വർഗമായിരിക്കും. ആ കുടുംബത്തിലെ തലമുറകളായി ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യുന്ന ഒരു കുടുംബമായ ആ കുടുംബം രൂപപ്പെടും. അതുപോലെ ഇടവക ഒരു കൂട്ടായ്മയാണ്. ആ ഇടവകയിൽ ദൈവസ്നേഹം അനുഭവിച്ച ആത്മാവിന്റെ നിറവിൽ ഉത്ഥാനത്തിന്റെ മഹത്വം അനുഭവിച്ചറിഞ്ഞ അനേകരുണ്ടെങ്കിൽ തീർച്ചയായും ആ ഇടവക ഒരു സൂപ്പർ ഇടവകയായിരിക്കും. ആ ഇടവകയിൽ ധാരാളം ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ആ ഇടവകയിലൂടെ സ്വർഗരാജ്യം, ദൈവരാജ്യം വളരുന്നത്, അല്ലെങ്കിൽ ധാരാളം മിഷണറിമാര് അല്ലെങ്കിൽ ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായി ഒരുക്കപ്പെടുന്നവർ ആ ഇടവകയിലൂടെ രൂപപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ധാരാളം ദൈവവിളികൾ ആ ഇടവകയിൽ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ പ്രിയമുള്ളവരെ, ഇന്ന് ഈ നോമ്പുകാലത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് ഇന്നത്തെ വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബോധ്യമാണ്, കൂട്ടായ്മയിലാണ് നാം വളരേണ്ടത്. കൂട്ടായ്മയിലാണ് ഫലപ്രദമായി നമുക്ക് സുവിശേഷ വേലയ്ക്കായിട്ട് നാം ഒരുക്കപ്പെടുന്നത്. കൂട്ടായ്മയിലാണ്. അപ്പോൾ നമ്മളായിരിക്കുന്ന കൂട്ടായ്മയിലായിരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ കൃപകളും ദാനങ്ങളും വരങ്ങളെല്ലാം കൊണ്ട് നിറഞ്ഞ് നമുക്ക് നമ്മുടെ ശുശ്രൂഷയിൽ ആഴപ്പെടാനായിട്ട് ഈ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഈ 31ാമത്തെ ദിവസം നമുക്ക് ദൈവജനം നമ്മോട് പങ്കുവെച്ച, നമ്മെ ഓർമ്മപ്പെടുത്തിയ എബി ഡോക്ടറെ പ്രത്യേകമായിട്ട് നന്ദിയോടെ നമുക്ക് ഓർക്കാം. നമ്മളൊരു കൂട്ടായ്മയുടെ അനുഭവത്തിലാണ് ജീവിക്കേണ്ടതെന്ന്, എക്ലേഷ്യൻ ഫെലോഷിപ്പിൽ സഭാത്മക കൂട്ടായ്മയുടെ ഭാഗമായി വളരണമെന്ന് ഈ കാൽബരി മലയിലേക്കുള്ള യാത്ര മുഴുവൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ടവരെ, അതൊരു കൂട്ടായ്മയുടെ യാത്രയാണ്. ഒരു കൂട്ടായ്മയുടെ ഒരുമിച്ച് പോക്കാണ്. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാവരെയും ഒരാൾ പോലും നഷ്ടപ്പെടാതെ പോകാതിരിക്കാൻ വേണ്ടി കരുതലോടെ യാത്ര ചെയ്ത കർത്താവ് മിശിഹായുടെ ഏറ്റവും വലിയ അവിടുത്തെ ആഗ്രഹത്തെ, സ്വപ്നത്തെയാണ് നമ്മുടെ മുമ്പിൽ വെളിവാക്കുന്നത്. നമുക്ക് ഈ സമയം പ്രത്യേകമായിട്ട് നമ്മോട് ദൈവവചനം പങ്കുവെച്ച, ഇന്ന് ദൈവവചനം പങ്കുവെച്ച എബി ഡോക്ടറെയും ഇതിനു മുമ്പ് ഉള്ള ദിവസങ്ങളിലെല്ലാം പങ്കുവെച്ചവരെയും ഇനി പങ്കുവെക്കാനായിട്ടിരിക്കുന്നവരെയും എല്ലാം ഓർത്തുകൊണ്ട് എബി ഡോക്ടറെ, കുടുംബത്തെയും ജീവിത പങ്കാളിയെയും മക്കളെയും കൃത്യമായിട്ട് ആ ഡെന്റൽ ക്ലിനിക്കിനെയും അവിടെ വരുന്ന രോഗികളെയും അവരോടൊക്കെ ഈ ഒരു കൂട്ടായ്മയിൽ ഡോക്ടർ സുവിശേഷം പങ്കുവെക്കുന്നു. അവിടെയാണ് നമ്മുടെ ഹോളി ഹോമിന്റെ ഓഫീസ് ഉള്ളതും. അങ്ങനെ എല്ലാ വിധത്തിലും ഡോക്ടറെ അവിടുത്തെ കരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ ആരാധിക്കുന്നു, കർത്താവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ദൈവമേ ഡോക്ടറെ അനുഗ്രഹിക്കണമേ, കുടുംബത്തെ അനുഗ്രഹിക്കണമേ, മാതാപിതാക്കളെ അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ ആ ശുശ്രൂഷ മേഖലകളെയും ജോലി മേഖലകളെയും ഒക്കെ അവിടുന്ന് സമൃദ്ധമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആഗോള സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവിനെയും എല്ലാ പിതാക്കന്മാരെയും
എല്ലാ റീത്തുകളെയും 24ഓളം വ്യക്തിഗത സഭകളെയും കൃത്യമായിട്ട് നമ്മുടെ കേരളത്തിലെ ഭാരതത്തിലെ 3 വ്യക്തിഗത സഭകളെയും ആ സഭയെ നയിക്കുന്ന ശ്രേഷ്ഠന്മാരായ ഇടയന്മാരെയും രൂപതകളെ നയിക്കുന്ന വൈദികരെയും പിതാക്കന്മാരെയും ഇടവകയിലെ നമ്മുടെ പ്രിയപ്പെട്ട ഇടവക വൈദികരെയും സന്യാസ സമൂഹങ്ങളെയും എല്ലാം നമുക്ക് ഓർത്തുകൊണ്ട് സിസ്റ്റേഴ്സും അൽമായരും എല്ലാം ഉൾപ്പെടുന്ന ദൈവജനമാകുന്ന വലിയ കൂട്ടായ്മ സ്വർഗത്തിലേക്കുള്ള തീർത്ഥയാത്രയിലാണ്. അതൊരു കൂട്ടായ്മയുടെ തീർത്ഥയാത്ര എന്ന് നമ്മൾ ഇതിന് പേര് പറയുമ്പോൾ തന്നെ ഒരു കൂട്ടായ്മയുടെ യാത്രയാണ്. എല്ലാവരും ഒരുമിച്ചുള്ള യാത്രയാണ്. ആ ഒരുമിച്ചുള്ള യാത്രയിൽ ഏറ്റവും മനോഹരവും ഒരുമിച്ച് യാത്ര ചെയ്യാൻ സഭയെ മുഴുവൻ അവിടുത്തെ കരങ്ങളിൽ കൊടുത്ത് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ ആരാധിക്കുന്നു. മൈക്ക് ഓണാക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ മൈക്ക് കൂടെ ഓണാക്കി അവരും കൂടെ ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ ആരാധന, ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ ആരാധന, ആരാധന. പ്രിയപ്പെട്ടവരെ, പ്രത്യേകമായിട്ട് നമ്മുടെ ഈ ഹോളി ഹോം മിനിസ്ട്രിയെ പ്രത്യേകമായിട്ട് ഇവിടെ ചെല്ലാനം വേളാങ്കണ്ണി തീർത്ഥാടന ദേവാലയത്തില് ഫിസിക്കൽ ക്രിസ്ത്യാനുഭവ ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്നു. ഞായറാഴ്ചയാണ് അത് തീരുന്നത്. പ്രത്യേകമായിട്ട് നാളെ കുമ്പസാരത്തിന്റെ ദിനമാണ്. പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. ഒപ്പം അടുത്ത ദിവസങ്ങളിൽ കണ്ണൂർ 2 ഇടവകളിൽ നടക്കുന്ന ധ്യാനത്തെ പ്രത്യേകമായിട്ട് നമുക്ക് കൊടുക്കാം. ഏപ്രിൽ 10-ാം തീയതി മുതലുള്ള മിഷൻ യാത്രകൾ അവിടുത്തെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഓൺലൈനിന്റെ ഷുബിന്റെ 4-മത്തെയും 3-മത്തെയും ബാക്കിയുള്ള അമേരിക്കക്കാർക്ക് വേണ്ടിയും കേരളത്തിലും ഇന്ത്യയിലുമുള്ളവർക്ക് വേണ്ടി നടത്തുന്ന പ്രോഗ്രാമുകളെ ഓർക്കാം. സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ പരിശ്രമങ്ങളെയും എല്ലാം നമുക്ക് ഓർക്കുമ്പോൾ പ്രത്യേകമായിട്ട് മെയ് മാസം 26 മുതൽ 29 വരെ 10-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി കാസർഗോഡ് വെച്ച് നടത്തുന്ന ഫിസിക്കൽ പ്രോഗ്രാം ഉണ്ട്. അതിന് നമുക്ക് ഓർക്കാം. എല്ലാം ഈ ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി കൂട്ടായ്മയിൽ ഒരുമിച്ച് അധ്വാനിക്കുന്ന മിനിസ്ട്രിയെയും ഇതിന് സമാനമായി പ്രവർത്തിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ മിനിസ്ട്രികളെയും എല്ലാ പ്രവർത്തനങ്ങളെയും നവീകരണത്തിന് വേണ്ടി വാഞ്ചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാറ്റിനെയും കൊടുത്തുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി നമ്മുടെ കരങ്ങൾ ഉയർത്തി അവിടുത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ ആരാധന, ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കൊച്ചു പ്രാർത്ഥിച്ച് മാതാവിന്റെ പാട്ടുപാടി നമുക്ക് അവസാനിപ്പിക്കാം. മണിച്ചേട്ടനോ ജോച്ചേട്ടാ ആരെങ്കിലും ചെല്ലുവോ? ജോച്ചേട്ടാ? ഞാൻ ചൊല്ലാം. എന്നെ കാത്തു സൂക്ഷിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട എൻ്റെ കാവൽ മാലാഖയെ, ഈ ലോകത്തിൽ ദൈവസ്നേഹാനുഭവത്തിൽ നിറഞ്ഞ് ദൈവഹിതമനുസരിച്ച് ജീവിച്ചുകൊണ്ട് സുവിശേഷമാകാനും സുവിശേഷമേകാനും അങ്ങനെ നിത്യതയിൽ ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ എന്നെ സഹായിക്കണമേ. നന്മ ചെയ്യാൻ ശക്തി പകരുന്ന തിരുക്കുടുംബമേ, ഞങ്ങളിൽ നന്മ വളരാൻ കൃപ ചെയ്യണമേ. ആമേൻ. മാതാവിന്റെ പാട്ട് ആരെങ്കിലും പാടി നമുക്ക് അവസാനിപ്പിക്കാം. എനിക്ക് ആരും റെഡി ആയിട്ടില്ലെങ്കിൽ ഇല്ലെന്ന് തോന്നുന്നു, യാത്രയിലാന്ന് തോന്നുന്നവരെ നമുക്ക് വിശുദ്ധ കുരിശിനെ കുരിശ് വരച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധമാവിന്റെയും നാമത്തിൽ ആമേൻ. വീണ്ടും നാളെ നമുക്ക് കാണാം. പ്രാർത്ഥനയെ നമുക്ക് ഓർപ്പിക്കാം.